അസ്സലാമു അലൈക്കും. എ ടു സെഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സമാധാനം, സന്തോഷം, ഐശ്വര്യം ഒക്കെ ഉണ്ടായിരിക്കട്ടെ. ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് വിഷമം അനുഭവിക്കുന്നവരാണെങ്കിൽ, ഒറ്റപ്പെട്ടിരുന്ന് സങ്കടപ്പെടുന്നവരാണെങ്കിൽ, നിങ്ങളടുത്ത് പറയാനുള്ളത് ഒന്നുകൊണ്ട് സങ്കടപ്പെടണ്ട. ഈ സമയവും കടന്നു പോകും. നമ്മൾ എന്ത് കാര്യത്തെ പറ്റി ചിന്തിച്ചാലും എല്ലാവരുടെ പറയാനുള്ളത് ദുഃഖമാണെങ്കിൽ ദുഃഖവും കടന്നു പോകും, സന്തോഷമാണെങ്കിൽ സന്തോഷവും കടന്നു പോകും. അപ്പൊ ആ സമയം നമുക്ക് എന്തായാലും കടന്നു പോകും. നിരാശപ്പെടണ്ട. നാളെ ഒരു നല്ല ദിവസം വരാനിരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് മാത്രം നല്ല പ്രതീക്ഷയോടെ ഓരോ ദിവസവും മുന്നോട്ട് പോവുക. ഓക്കെ, ഇന്ന് വന്നിട്ടുള്ള ട്രൗസറിന്റെ ക്ലാസ് ആയിട്ടാണ് കേട്ടോ. അപ്പൊ ഈ ക്ലാസ് കണ്ടിട്ട് നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇത് ബോഡി മെഷർമെന്റിലാണ് നമ്മൾ ക്ലാസ് തരുന്നത്. ട്രൗസർ ഒരു കുട്ടിക്ക് അളവ് എടുത്തിട്ട് എങ്ങനെ ചെയ്യാന്നുള്ളതാണ്. നോർമൽ ട്രൗസർ ആണ് കേട്ടോ. അപ്പൊ ഈ ചൂട് സമയത്തൊക്കെ ഒരു കോട്ടൺ ക്ലോത്തിൽ കുട്ടിയൊക്കെ എങ്ങനെ ഇത് ചെയ്ത് കൊടുക്കാന്നൊക്കെ കൺഫ്യൂഷൻ ആയിരിക്കണവരുണ്ടാവില്ല. അവർക്കും കൂടെ യൂസ്ഫുൾ ആവുന്ന തരത്തിലുള്ള ക്ലാസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഒരു മികച്ച ക്ലാസ് എ ടു സെഡ് അക്കാദമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ താല്പര്യമുള്ളവരൊക്കെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. കൂടാതെ ഈ മാസം നമ്മളൊരു ഓഫർ കൊടുക്കുന്നുണ്ട്. 1000 രൂപ മാത്രം അടച്ചാൽ നിങ്ങൾക്ക് ചുരിദാർ, നൈറ്റി, ബ്ലൗസ്, ഫ്രോക്ക്, പാന്റ്, ഷർട്ട്, കോട്ട്, സ്കേർട്ട്, ആരി വർക്ക്, ഡിസൈനർ ഫ്രോക്ക്, ഇത്രയും ക്ലാസ്സുകൾ ഇൻക്ലൂഡ് ആക്കിയിട്ട് നിങ്ങൾക്ക് ക്ലാസ് തരുന്നുണ്ട്. 1000 രൂപ മാത്രം അടച്ചാൽ 1 ഇയർ കോഴ്സാണ്. അപ്പൊ താല്പര്യമുള്ളവരൊക്കെ ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പൊ ആ കോഴ്സിന് വേണ്ടി താല്പര്യമുള്ളവർക്കൊക്കെ 80 86 82 49 49 പറഞ്ഞ നമ്മളെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. കൂടാതെ 6 മന്ത് കോഴ്സ് നോർമലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ കോഴ്സും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അതിനും കോൺടാക്ട് ചെയ്യാം. അതിൽ ചുരിദാർ, നൈറ്റി, ബ്ലൗസ്, ഫ്രോക്കാണ് ഉണ്ടാവുക. പാൻറ് ഷർട്ട് മാത്രം മതി എന്നുള്ളവർക്ക് അത് പിന്നെ അതിനു വേണ്ടി കോൺടാക്ട് ചെയ്യാം. ആരി വർക്ക് മാത്രം മതി എന്നുള്ളവർക്ക് അതിനു വേണ്ടി കോൺടാക്ട് ചെയ്യാം. മൊത്തത്തിൽ 2 കോഴ്സ് ഒന്നിച്ച് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ മൊത്തം കാര്യങ്ങളും പഠിക്കാനുള്ള ഒരു അവസരമുണ്ട്. അത് ആരും കളയേണ്ട. ആ ഒരു സമയം പിന്നെ നിങ്ങൾക്ക് നല്ലൊരു സമയമാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളത് ഉപയോഗപ്പെടുത്തുക. ഓക്കെ, ഇപ്പോൾ ഒരാളെ അളവെടുക്കുമ്പോൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, പൊക്കിളിന്റെ 1 ഇഞ്ച് മേലെന്ന് കാൽമുട്ടിന്റെ എവിടെയാണോ നമുക്ക് ലെങ്ത് വേണ്ടത് അവിടം വരെയുള്ള ലെങ്ത് ആണ്. അപ്പൊ എന്റെ പേരക്കുട്ടി പോയിണ്. അപ്പോൾ ഞാൻ അവന്റെ അളവ് ഉള്ളത് ലെങ്ത് 12ഉം ഹിപ്പ് ലൂസ് 24ഉം ആണ്. അപ്പോൾ ഒരാൾക്ക് വേണ്ടത് ഹിപ്പളവും വേണം, ഹിപ്പ് ലൂസും വേണം, ഹിപ്പ് ലൂസ് പിന്നെ ലെങ്ത്തും ആണ് വേണ്ടത്. അപ്പൊ ലെങ്ത്, ഹിപ്പ് ലൂസ് എന്ന് പറഞ്ഞിട്ട് മനസ്സിലാവാത്തവരോട് എനിക്ക് പറയാനുള്ളത്, ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇറക്കം, പിന്നെ ഹിപ്പ് ലൂസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇവിടുത്തെ സീറ്റിന്റെ ചുറ്റളവില്ലേ, നമ്മളെ പൊക്കിളിന്റെ കുറച്ച് താഴായിട്ട് എടുക്കണം. ചുറ്റളവിനാണ് നമ്മൾ അവിടുത്തെ ടൈറ്റ് അളവാണ് നമ്മൾ എടുക്കേണ്ടത്. നല്ല ടൈറ്റ് വേണ്ട, ഒരു വിരലിന്റെ ലൂസിലുള്ള ആ ഒരു അളവിനാണ് ഹിപ്പ് ലൂസ് എന്ന് പറയാം. ഓക്കെ, സംശയമുള്ളവരടുത്ത് പറയാട്ടോ. പിന്നെ നമുക്ക് ഇതിന് വേണ്ടത് ഷേപ്പ് ലെങ്ത് ആണ് കേട്ടോ. ഷേപ്പ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ക്രോച്ച് ഏരിയ. ഓക്കെ, അങ്ങനെ ഈ 3 അളവുകളും പിന്നെ കൂടെ അടിലൂസും ഇതൊക്കെ കണ്ടെത്തൽ ഇതിൽ നിന്നാണ് വെച്ചാൽ നമ്മൾ ഹിപ്പ് ലൂസ് എന്നാണ് കണ്ടെത്തൽ. ഓന്റെ ഹിപ്പ് ലൂസ് 24 ആണ് കേട്ടോ. ഇതിൽ നിന്ന് വേണം ഇതൊക്കെ കണ്ടെത്താൻ കേട്ടോ. പിന്നെ അടിലൂസ്. അപ്പൊ 4 അളവുകളാണ് മൊത്തം ഉള്ളത് കേട്ടോ. അടിലൂസ്, ബോട്ടം ലൂസ് ഇല്ലേ, താഴ്ഭാഗത്തെ ലൂസ്, അതാണ് അടിലൂസ് എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വ്യക്തമായിട്ട് പറയുന്നത് കേട്ടോ. അപ്പോ ഇറക്കം 12, ഓനക്ക് വേണ്ടത് 12 ആണ്. 12ലേക്ക് 2 ഇഞ്ച് താഴ്ഭാഗത്ത് മടക്കിയടിക്കാൻ വേണം കേട്ടോ. അപ്പോ 3.5 ഇഞ്ചാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, 1.5 ഇഞ്ച് മുകൾ ഭാഗത്തേക്കും 1.5 താഴ്ഭാഗത്ത് അയച്ചിട്ട് കുഴപ്പമില്ല. 2 ഇഞ്ച് ഉണ്ടാവുമ്പോൾ ഒന്നും കൂടെ ഒരു ഫിനിഷിങ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ 3.5 ഇഞ്ച് ലെങ്ത്തിലേക്ക് 3.5 ഇഞ്ചാണ് കൂട്ടിയിട്ടുള്ളത്. ഓക്കെ, പിന്നെ നമ്മൾ ഹിപ്പ് ലൂസിനാണ് ബേസ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ ലെങ്ത്ത് 12 + 3.5. ഓക്കെ, പിന്നെ ഹിപ്പ് ലൂസ് കാണുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ 24 ഹരിക്കണം 4 കേട്ടോ. 4 = 6 + 2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ തുമ്പ് പിന്നെ അതിന്റെ ലൂസൊക്കെ കൂടി ആഡ് ചെയ്തിട്ടാണ് ഈ 2 ഇഞ്ച് കൂട്ടിയിട്ടുള്ളത് കേട്ടോ. 6 നമുക്ക് കിട്ടിയത് 24നെ 4 കൊണ്ട് ഹരിച്ചപ്പോഴാണ് നമുക്ക് 6 കിട്ടിയിട്ടുള്ളത്. അതിലേക്ക് +2 കൂട്ടിയതാണ് കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ ഷേപ്പ് ലെങ്ത് ആണ് കാണുന്നത്. അതും നമ്മൾ 24 ഹരിക്കണം 4 = 6 + 1 കൂട്ടട്ടോ. അപ്പോൾ 1 ആണ് നമ്മൾ ഹിപ്പ് ലൂസിന് വേണ്ടി കൂട്ടുന്നത്. പിന്നെ അടിലൂസ്, അതും നമ്മൾ 24 ഹരിക്കണം 4 = 6 + 1/2. ഓക്കെ, ഇത്ര കാര്യങ്ങൾ അതിനുള്ളൂ. പിന്നെ നമ്മൾ 2 ഇഞ്ച് ഷേപ്പ് ചെയ്യാൻ, ക്രോച്ചേരിക്ക് ഷേപ്പ് ചെയ്യൂലേ, ഷേപ്പ് ചെയ്യാൻ വേണ്ടി 2 ഇഞ്ച് ഉപയോഗപ്പെടുത്തും. അത്ര കാര്യങ്ങളുള്ളൂ കേട്ടോ. അപ്പൊ അതിൻ്റെ ഒരു ഫിഗർ നമ്മൾ വരച്ചാലോ? അപ്പൊ നമുക്ക് ഇവിടെ വരക്കല്ലേ, ഇതൊക്കെ മായ്ച്ച് കളയല്ലേ. ഹിപ്പ് ലൂസ് ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ലെങ്ത്, ഷേപ്പ് ലെങ്ത് ഒക്കെ മനസ്സിലായില്ലേ? ഓക്കെ, അടിലൂസ്. അപ്പോ ആളെ ലെങ്ത് ആണിത് കേട്ടോ. ആളെ ലെങ്ത് കണ്ടോ, ഇതാണ് ക്ലോത്ത്. ഇത് ക്ലോത്ത് ആണ് സങ്കല്പിക്കട്ടോ. 1.5 ഇഞ്ചാണ് നമ്മൾ മേലോട്ട് കൊടുക്കുന്നത്. 1.5 ഇഞ്ച്. അപ്പൊ 1.5 ഇഞ്ചിൽ ഒരു ലൈൻ ഇട്ട് കൊടുത്ത്. ഓക്കെ,
താഴ്ഭാഗത്ത് 2 ഇഞ്ചും. ഇവിടെ നമ്മൾ 2 ഇഞ്ചാണ് താഴ്ഭാഗത്തെ ലൂസ് കേട്ടോ. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ലൂസ് 2 ഇഞ്ചാണ്. ഓക്കെ. എന്നിട്ട് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത് 6.5 ഇഞ്ചാണ്. 6.5 ഇഞ്ച് കണ്ടോ, 6 + 1/2 6.5 ഇഞ്ചാണ് ഇവിടെ കൊടുക്കേണ്ടത്. 2 ഇഞ്ച് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ മേലോട്ട് വരക്കുക. ഈ 2 ഇഞ്ച് മേലോട്ട് വരച്ചിട്ട് ക്രോസ് ആയിട്ട് കട്ട് ചെയ്തിട്ട്, ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? സ്റ്റിച്ചിങ്ങിന്റെ പെർഫെക്ഷന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഇവിടുത്തെ ഹിപ്പ് ലൂസ് ആണ് കാണേണ്ടത്. ഹിപ്പ് ലൂസ് എത്രയാണ്? 24. 4 കൊണ്ട് അരിച്ചപ്പോൾ 6 കിട്ടി, +2 അപ്പോൾ 8 അല്ലേ? ആ 8 ഇഞ്ച് നമ്മൾ ഇവിടെ കാണുക. ഓക്കെ. ഈ 1.5 ഇഞ്ച് നമുക്ക് മടക്കി അടിക്കാനുള്ളതാണ് കേട്ടോ. 1.5 ഇഞ്ച് മടക്കി അടിക്കാനുള്ളതാണ്. പിന്നെ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടാണ് അളവ് എടുക്കേണ്ടത്. ഓക്കെ. ഇവിടുന്ന് ഇങ്ങോട്ട് അളവ് എടുത്തതിൽ നമുക്ക് കിട്ടിയിരിക്കണം എത്രയാണ്? 7 ഇഞ്ച്. ഷേപ്പ് ലെങ്ത് 7 ഇഞ്ച്. അപ്പൊ ഇവിടുന്ന് വേണം 7 ഇഞ്ച് മാർക്ക് ചെയ്യാൻ കേട്ടോ. ഈ 1.5 നമ്മൾ വിടണം, കാരണം മടക്കാനുള്ളതാണ്. അപ്പൊ ആ ക്ലോത്തിനെ വിട്ടിട്ട് 7 ഇഞ്ച് മാർക്ക് ചെയ്യാം. കണ്ടോ? 7 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് 2 ഇഞ്ച് നമ്മൾ ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം. 2 ഇഞ്ച്. എന്നിട്ട് നമ്മൾ ഇതിൽ നിന്ന് ഇങ്ങനെ, ഓക്കെ. അപ്പോൾ ഇത് നിങ്ങളെ ലേശം നമ്മൾ കുറക്കട്ടോ. ഇത്രേ ഉണ്ടാവുള്ളൂ. കൂടുതൽ ദൂരം ഇവിടുന്ന് ഇങ്ങോട്ട് ഉണ്ടാവില്ല കേട്ടോ. കൂടുതൽ ദൂരം ഇവിടുന്ന് ഇങ്ങോട്ട് ഉണ്ടാവില്ല. കണ്ടോ? ട്രൗസർ വന്നിട്ടുള്ള രൂപം കണ്ടോ? ഇവിടെയാണ് 6.5 ഇഞ്ച് അടിലൂസ് കൊടുത്തത്. ഇത് 7 ഇഞ്ച് ഇവിടുന്ന് ഇങ്ങോട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഹിപ്പ് ലൂസ് 8 ഇഞ്ച്. ഇവിടെ 1.5 ഇഞ്ച് മടക്കി അടിക്കാനുള്ളതാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ കണ്ടെത്തിയത് ഏതിൽ നിന്നാണ്? ഈ ഒരു 24-ൽ നിന്നാണ് അല്ലേ? അപ്പൊ ഏതൊരു വ്യക്തിന്റെ കുട്ടികളെ അളവ് വ്യത്യസ്തപ്പെട്ടുകൊണ്ടേയിരിക്കും. പക്ഷെ ഇത്തരം കാര്യങ്ങളൊന്നും വ്യത്യസ്തപ്പെടൂല. ഈ ലെങ്ത് വ്യത്യാസം ഉണ്ടാവും. ഇത് വ്യക്തിക്ക് അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. പക്ഷെ 4 കൊണ്ട് അരിക്കുക എന്നുള്ള സംഭവത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാവില്ല. 2 കൂട്ടുക എന്നുള്ള, ഈ 4 കൊണ്ട് അരിക്കുക എന്നുള്ള കാര്യത്തിൽ വ്യത്യാസം ഉണ്ടാവില്ല. 2 കൂട്ടുക എന്നുള്ള കാര്യത്തിൽ വ്യത്യാസം ഉണ്ടാവില്ല. അതേപോലെ ഇവിടെ 4 കൊണ്ട് അരിക്കുക എന്നുള്ള കാര്യത്തിൽ വ്യത്യാസമില്ല. ഇവിടെ 1 കൂട്ടുക എന്നുള്ള കാര്യത്തിൽ വ്യത്യാസമില്ല. ഇവിടെ 4 കൊണ്ട് അരിക്കുക എന്നുള്ള കാര്യത്തിൽ വ്യത്യാസമില്ല. ഇവിടെ 1/2 കൂട്ടുക എന്നുള്ള കാര്യത്തിൽ വ്യത്യാസമില്ല. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും, ഈ 3.5 കൂട്ടുക എന്നുള്ള കാര്യത്തിലും വ്യത്യാസമില്ല കേട്ടോ. ബാക്കിയുള്ള എല്ലാ അളവുകളും മാറിക്കൊണ്ടിരിക്കും. ഒരു വ്യക്തിക്ക് അനുസരിച്ച് അളവുകൾ മാറിക്കൊണ്ടേയിരിക്കും. ബട്ട് നമുക്ക് ഇത്തിരി വട്ടട്ട ഒരളവുകളും മാറൂല. ഇത് 24 കൊണ്ട് 24-നെ 4 കൊണ്ട് അരിക്കുമ്പോഴാണ് 6 കിട്ടുന്നത്. അതിലേക്ക് 1 കൂട്ടുമ്പോഴാണ് കറക്റ്റ് അളവ് വരുന്നത്. അതേപോലെ ഓരോ കാര്യങ്ങളും ഈ വട്ടട്ട ഒരളവുകളും മാറൂല. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ തുണിയിൽ മാർക്ക് ചെയ്യുമ്പോൾ ഒന്നും കൂടി നിങ്ങൾക്ക് ക്ലിയർ ആവും. നമ്മൾ തുണിയിൽ മാർക്ക് ചെയ്ത് നോക്കട്ടോ. അപ്പൊ നമ്മൾ ഇതൊരു കട്ട് പീസാണ് കേട്ടോ. ഷർട്ടിന്റെ ബാക്കി കട്ട് പീസാണ്. അപ്പൊ ആ പീസിന് ഇല്ലാത്ത ക്ലോത്ത് നമ്മൾ ഇങ്ങനെ പീസ് ആക്കി എടുത്തതാണ്. കണ്ടോ? 1 2 3 4 കണ്ടോ? ഈ 4 പീസിനെയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. ഇത് ഫോൾഡ് ചെയ്തിട്ടാണെങ്കിൽ 2 പീസായിരിക്കും. ഇതിങ്ങനെ പീസ് ആയതുകൊണ്ടാണ് 4 ആയത് കേട്ടോ. കണ്ടോ? 1 2 3. അപ്പൊ തുണീനെ 4 മടക്കുക, 4 ഫോൾഡ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. എന്നിട്ട് താഴ്ഭാഗത്ത് നമ്മൾ ഒന്ന് കറക്റ്റ് ചെയ്ത് ലൈൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. താഴ്വശത്ത് കറക്റ്റ് ചെയ്തൊരു ലൈൻ ഇട്ട് കൊടുത്തു. ഓക്കെ. എന്നിട്ട് നമ്മൾ 2 ഇഞ്ച് മേലോട്ട് മാർക്ക് ചെയ്യാണ് കേട്ടോ. 2 ഇഞ്ച് മേലോട്ട് മാർക്ക് ചെയ്തു. അപ്പൊ അവിടെ നമ്മളൊരു ലൈൻ ഇട്ട് കൊടുത്തു. അപ്പൊ നമ്മൾ പിന്നെ നോർമൽ പാൻറ് ഇതൊന്നും ചെയ്യണ പോലെ സിമ്പിളായിട്ട് കട്ട് ചെയ്ത് ചെയ്യുക അങ്ങനെ നമ്മൾ ചിന്തിക്കരുത്. ഓരോ കാര്യത്തിനും ഓരോ ലൈൻ ഇട്ട് പോകണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കാൽക്കുലേഷൻ തെറ്റിപ്പോവും, പിന്നെ മറന്നു പോകും കേട്ടോ. അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. ഇനി നമ്മൾ ലെങ്ത് പറഞ്ഞ 12 ആണ് അല്ലേ? അപ്പൊ 12 ഇഞ്ച് ലെങ്ത് മാർക്ക് ചെയ്തു. കണ്ടോ? ലെങ്ത് മാർക്ക് ചെയ്തു. 1.5 ഇഞ്ച് മുകൾ ഭാഗത്തേക്കും മാർക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ ഈ 12 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാണ് കേട്ടോ. 12 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു. അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങളും അതേ രീതിയിൽ സെയിം ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇത് നിങ്ങളെ മക്കൾക്കോ പേരക്കുട്ടികൾക്കൊക്കെ റെഡിയാക്കി എടുക്കാൻ കഴിയും കേട്ടോ. പിന്നെ 1.5 ഇഞ്ച് മുകൾ ഭാഗത്ത്, 1.5 ഇഞ്ച് മുകൾ ഭാഗത്ത് 3/4 ഇഞ്ചിന്റെ അലാസ്റ്റിക് ഇടുള്ളൂ കേട്ടോ കുട്ടികളായതുകൊണ്ട്. അതുകൊണ്ടാണ് നമ്മൾ 1.5 ഇഞ്ച് ഇടുന്നത്. അല്ലെങ്കിൽ 2 ഇഞ്ച് ഇട്ടുള്ളൂ. 1 ഇഞ്ച് വീതിയിൽ അലാസ്റ്റിക് ഒക്കെ ഇടുകയാണെങ്കിൽ 2 ഇഞ്ച് കൂട്ടിക്കൊണ്ടിട്ടാ. എന്നിട്ട് നമ്മൾ ഇവിടെ ഇത് വരച്ചു. ആദ്യം നമ്മൾ ഈ വരച്ച കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കട്ടോ. മുകൾ ഭാഗത്ത് വേസ്റ്റ് പീസാണിത്. ഇത് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കി. ഓക്കെ. അതേപോലെ ഈ താഴ്ഭാഗത്തും വേസ്റ്റ് പീസിനെ കട്ട് ചെയ്ത് ഒഴിവാക്കി. കണ്ടോ? എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ദൂരം നോക്കുകയാണ് കേട്ടോ. 8 ഇഞ്ചാണ് അല്ലേ?
8 ഇഞ്ച് നീളം. ഇവിടുന്ന് ഇങ്ങോട്ട് 7 ഇഞ്ച്. 8 ഇഞ്ച് കിട്ടിയത് എങ്ങനെ? 8 ഇഞ്ച് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഹിപ്പ് ലൂസ് 24 ആയിരുന്നു. 24-നെ നമ്മൾ 4 കൊണ്ട് അരിച്ചപ്പോൾ 6 കിട്ടി. അതിലേക്ക് 2 ഇഞ്ച് കൂട്ടിയപ്പോൾ 8 കിട്ടി. ഓക്കെ, കണ്ടോ? ഇനി നമ്മളിവിടെ 6.5 അല്ലേ, 6.5 ഇഞ്ച് മാർക്ക് ചെയ്തു. കണ്ടോ? അപ്പോൾ നമ്മൾ ഈ ലൈന് ഒരിക്കലും ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് വരക്കരുത്. നമ്മൾ ഇങ്ങനെ വരക്കൂല, ഇങ്ങനെ വരക്കരുത്. എപ്പോഴും നമ്മൾ ഇങ്ങനെ ക്രോസ് ആക്കി വരക്കണം ഇവിടെ ഈ ഭാഗം. കാരണം നമുക്ക് കട്ടിങ്ങിന് സ്റ്റിച്ചിങ്ങിന് പെർഫെക്ഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ കണ്ടോ ഇങ്ങോട്ടാണ് കട്ട് ചെയ്യണത്, കണ്ടില്ലേ? ഒരിക്കലും നമ്മൾ ഇങ്ങനെയാണ് കട്ട് ചെയ്യല്ലേ. ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ പ്രയാസം ഉണ്ടാവും അല്ലേ. എന്നിട്ട് നമ്മൾ ഇതിൽ നിന്ന് കണ്ടോ ഇതിലേക്ക് കട്ട് ചെയ്തു. അതേപോലെ കണ്ടോ? അപ്പോൾ ഇത് സിമ്പിളാണ് കേട്ടോ. നമ്മൾ ഇതിന് വേണമെങ്കിൽ ഒരു പോക്കറ്റ് കൊടുക്കാം. ഒരു പോക്കറ്റ് കൊടുക്കാൻ ഒരു ക്ലോത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു സൈഡിൽ ഒരു പോക്കറ്റ് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആകെയുള്ള നീളം 8.5 ഇഞ്ചാണ്. കണ്ടോ? 8.5 ഇഞ്ച് നീളം, വീതി ഉള്ളത് 4.5 ഇഞ്ചാണ്. മതി, ചെറിയ കുട്ടിയല്ലേ, ചെറിയ മക്കൾക്കുള്ള പോക്കറ്റ് അല്ലേ, അപ്പോൾ ഇത്ര മതി. എന്നിട്ട് നമ്മൾ ഇവിടെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ഈ പോക്കറ്റ് വെച്ച ഒരു നിക്കർ എങ്ങനെ ചെയ്യാൻ നോക്കുക. ഓക്കെ, ഈ പോക്കറ്റ് വെക്കുന്ന സമയത്ത് ഇവിടെ 1 ഇഞ്ച് പോകുമല്ലോ അല്ലേ. ഇതിങ്ങനെ മടക്കുമ്പോൾ നമുക്ക് പോകും. ഇവിടെ വിട്ടിട്ടുള്ള ഈ 1 ഇഞ്ച് ഇതാ, ഇവിടുന്ന് ഇങ്ങോട്ട് താഴോട്ട് 1 ഇഞ്ച് ഒഴിവാക്കിയിട്ട് വേണം പോക്കറ്റിന് കട്ടിങ് ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ആദ്യം പോക്കറ്റാണ് വെക്കുന്നത്. ഈ 2 പീസിനെ നമ്മൾ ഇടത് ഭാഗത്തെ ഇതിനെ യോജിപ്പിക്കുകയാണ് കേട്ടോ. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതേപോലെ കണ്ടോ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഒരു ഭാഗത്തെ കാലാണ് കേട്ടോ, ഒരു ഭാഗത്തേക്കുള്ളതാണ്. ഒരു ഭാഗം ഓക്കെ ആയി. ഇനി നെക്സ്റ്റ് നോക്കാം കേട്ടോ. നമ്മളിവിടെ 1 ഇഞ്ച് മാർക്ക് ചെയ്യാണ് കേട്ടോ. 1 ഇഞ്ച് ഇത് പോക്കറ്റിന് വേണ്ടിയിട്ടാണ്. ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു 4.5 ഇഞ്ച് മാർക്ക് ചെയ്യാണ് കേട്ടോ. 4.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഇത് നമ്മൾ യോജിപ്പിച്ചതാണ് കണ്ടോ. ഇതിനെ നമ്മൾ യോജിപ്പിച്ചു. ഈ പീസ് ഇതാ, പീസ് നമ്മൾ കട്ട് ചെയ്തില്ലേ, അതിനെ നമ്മൾ ഇങ്ങനെ യോജിപ്പിച്ചു. എന്നിട്ട് ഈ നല്ല ഭാഗം കൂടെ ഇവിടെ വെക്കുക. ഇവിടെ കുറച്ച് കയറിക്കണ സ്ഥലമില്ലേ, അവിടെ വെക്കുക കേട്ടോ. ഈ മാർക്ക് ചെയ്തില്ലേ, നമ്മൾ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, ഇത് മടക്കി വെക്കാൻ വേണ്ടിയിട്ട് അതിമക്ക് 1/2 ഇഞ്ച് കയറ്റി വെക്കുക കണ്ടോ. എന്നിട്ട് ഇതിൽ നിന്ന് ഇവിടെ മാർക്ക് ചെയ്തിരിക്കണതാ, ഇതിൽ നിന്ന് ഇതിലേക്കാണ് വരക്കേണ്ടത്. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ മേലെ വെച്ചിട്ട് ഈ ലൈൻ ഈ ലൈൻ ഇങ്ങനെ കാണണം. ഇതിൻ്റെ മേലെ കൂടെ ഇങ്ങനെ വരച്ചു കൊടുക്കുക കണ്ടോ. ഇങ്ങനെ കറക്റ്റ് ചെയ്ത് കൊടുക്കുക. തുമ്പിൻ്റെ ഇങ്ങോട്ട് 1/2 ഇഞ്ച് കയറ്റി വെക്കുക. എന്നിട്ട് നമ്മൾ കണ്ടോ ഇത് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഓക്കെ, 1/2 ഇഞ്ചിൽ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഈ പോക്കറ്റ് കണ്ടോ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ 1 ഇഞ്ച് ഇവിടെ പോയില്ലേ, ആ 1 ഇഞ്ച് നമുക്ക് ഇതുമെന്ന് കിട്ടണം കേട്ടോ. ഇവിടെ ഇവിടെ 1/2 ഇഞ്ചില്ലേ, 1/2 ഇഞ്ചിലൊരു കട്ടിങ് ഇട്ട് കൊടുക്കുക. കട്ടിങ് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ കറക്റ്റ് ചെയ്യുക കണ്ടോ. ഇങ്ങനെ കറക്റ്റ് ചെയ്തതിന് ശേഷം ഈ പീസ്
അതിൻ്റെ മുമ്പ് ഇതിങ്ങനെ വെച്ച് ഇതിപ്പോൾ നമ്മൾ വെച്ചടിച്ചില്ലേ, അതിന് ശേഷം ഇതിനെങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇതിനെ മടക്കി കൊടുക്കുകയാണ് കേട്ടോ. കണ്ടോ, മടക്കിയിട്ട് ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കുക കേട്ടോ. ഓക്കെ. എന്നിട്ട് നമ്മൾ പോക്കറ്റിനെ മടക്കി വെച്ചു. ഇവിടെ വരുന്നത് ഏതാ നല്ല ഭാഗമാണ് വരിക കേട്ടോ. പോക്കറ്റിൻ്റെ നല്ല ഭാഗമായിരിക്കണം നമുക്ക് ഇങ്ങോട്ട് വരേണ്ടത്. ഇതേപോലെ ഇങ്ങനെ 1 ഇഞ്ച് വെക്കുന്ന സമയത്ത് ഇത് കറക്റ്റ് ആയിരിക്കണം. ഇതിങ്ങനെ കറക്റ്റായിട്ട് വരും കേട്ടോ. ഇതിങ്ങനെ കറക്റ്റായി വന്നതിന് ശേഷം ഇവിടെ ഞാൻ പറഞ്ഞത് ഈ 1/2 ഇഞ്ച് ഇങ്ങനെ ഉള്ളോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ പീസ് ഇതാ, ഈ പീസിൻ്റെ നല്ല ഭാഗവും കൂടെ ഇതുമ്മക്ക് വെച്ച് കൊടുക്കുക. കണ്ടോ, നല്ല ഭാഗവും കൂടെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഓക്കെ. കണ്ടോ, പോക്കറ്റ് വന്നില്ലേ? അപ്പോൾ നമുക്ക് ഇതാ പോക്കറ്റ് കറക്റ്റായിട്ട് കിട്ടും. ഇനി നമ്മളിതിവിടെ മടക്കുകയാണ് ചെയ്യട്ടോ. പിന്നെ നമ്മളിവിടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ പോക്കറ്റ് വന്നു, കണ്ടില്ലേ? ഇനി നമ്മളിവിടെ ഇങ്ങനെ ഒരു പ്രസ് ഇട്ട് കൊടുക്കുക. അതേപോലെ ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ തുമ്പ് ഈ ഭാഗത്തേക്കാണ് വരേണ്ടത് കേട്ടോ. പോക്കറ്റ് വെക്കാത്ത ഭാഗത്തേക്കാണ് കേട്ടോ തുമ്പ് വരേണ്ടത്. നമുക്ക് ഇത് പോക്കറ്റ് മുൻവശത്തേക്കാണ് വരിക. കണ്ടോ, ഈ മുൻവശത്തേക്കാണ് പോക്കറ്റ് വരിക. പക്ഷെ നമുക്ക് പ്രസ്സിങ് വരേണ്ടത് ഈ ഭാഗത്താണ് കേട്ടോ. നമ്മൾ പോക്കറ്റിനൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് കേട്ടോ, താഴോട്ടൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട്. കണ്ടോ, ഈ പോക്കറ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ചെയ്താൽ മതിയെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇവിടെ നമ്മൾ 1/2 ഇഞ്ച് മേലോട്ട് ഇട്ടിട്ടില്ലേ, പോക്കറ്റിന് ഇവിടെ നിർത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കണ്ടോ, എന്നിട്ട് നമ്മളിവിടെ കണ്ടോ പോക്കറ്റ് ഇവിടെ അല്ലേ നിൽക്കുന്നത്. ഈ 1/2 ഇഞ്ച് എന്താ നമ്മളെ ഫോൾഡ് ചെയ്യേണ്ട ഭാഗമാണ് അല്ലേ, അവിടെ ഇങ്ങനെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ മേലെ കൂടെ സ്റ്റിച്ച് ചെയ്തു. കണ്ടോ, എന്നിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തു. ഇനി നല്ല ഭാഗവും കൂട്ടുകയാണ് കേട്ടോ. നല്ല ഭാഗവും കൂട്ടുകയാണ്. അപ്പം ആദ്യം നമ്മൾ ഈ 2 സൈഡും ഇതാ ഈ ക്രോച്ചേരിയൻ്റെ 2 സൈഡും ഒന്നിച്ച് കൂട്ടുക. കണ്ടോ, ഇത് ഒരു കാലിൻ്റെ പിന്നെ ഷേപ്പ് ലെങ്ത് ആണ്, ഇത് വേറൊരു കാലിൻ്റെ ഷേപ്പ് ലെങ്ത് ആണ്. ഇത് രണ്ടും കൂടെ ഒന്നിച്ച് കൂട്ടുകയാണ് കേട്ടോ. ഓക്കെ. അതേപോലെ ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതേപോലെ നമ്മൾ ഇവിടെയും കൂട്ടുകയാണ് കേട്ടോ. ഇവിടെയും നമ്മൾ ഒരേപോലെ കൂട്ടുകയാണ് കേട്ടോ. എത്ര സിമ്പിളായിട്ടാലേ. ഇനി നമ്മൾ 2 കാലിൻ്റെ അടിവശവും ഞാൻ ഈ വെട്ടിട്ട ഭാഗതാ ഇവിടേക്ക് മടക്കുക. കണ്ടോ, അടിവശം ഈ വെട്ടിട്ട ഭാഗത്തേക്ക് മടക്കുക. എന്നിട്ട് നമ്മളിതിൻ്റെ ഉൾവശത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് വരും. ഉൾവശത്തേക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. ഈ കാല് ഓക്കെ ആയി. ഇനി അടുത്തത് ഈ കാലിൻ്റെ അടിവശമാണ്. കണ്ടോ,
ഈ റോസ് ലൈൻ ഇതാ, ഈ ലൈനിലാണ് നമ്മൾ ആദ്യം മടക്കുന്നത്. ഈ വെട്ടിട്ടില്ലേ, ഈ ക്രോസ് വെട്ട്, ഈ ക്രോസ് കട്ടിങ് ഇട്ട ഭാഗത്താണ് നമ്മൾ ആദ്യം മടക്കണത് കേട്ടോ. കണ്ടോ? എന്നിട്ട് നമ്മൾ കണ്ടോ ഇങ്ങനെ മടക്കുക. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ കറക്റ്റിൽ വെച്ചിട്ട് ഇങ്ങനെ മടക്കുക. നിങ്ങൾക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഫിനിഷിങ് ഉണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പോൾ അതും കഴിഞ്ഞു. ഇനി നമ്മൾ സൈഡ് 2 ഭാഗവും കൂട്ടുകയാണ് കേട്ടോ. കാലിൻ്റെ അടിവശം 1/2 ഇഞ്ചിട്ട് കൂട്ടുക. 2 ഭാഗവും 1/2 ഇഞ്ചിട്ടിട്ടാണ് കൂട്ടേണ്ടത്. ഓക്കെ, കണ്ടോ ഇങ്ങനെയാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നമ്മളിവിടെ 1/2 ഇഞ്ചിൽ കൂട്ടി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എപ്പോൾ കാലിൻ്റെ അടിവശം കൂട്ടുമ്പോഴും ഇവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ നിർത്തിയിരിക്കണം കേട്ടോ. ഒരിക്കലും ഇവിടുന്ന് താഴോട്ട് പോവരുത്. നമ്മൾ ചിലപ്പോൾ പോവുകയാണെങ്കിൽ കറക്റ്റായിട്ട് വരും, പക്ഷെ അതതിൻ്റെ ശരിയായ രീതിയല്ല. എപ്പോഴും താഴ്ന്ന് മേലോട്ട് പോകണം. കാരണം എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നമുക്ക് പിന്നെ ഇവിടെ ചെറുതും വലുതായി വരികയാണെങ്കിൽ അതിനെ ക്ലിയർ ചെയ്യാനുള്ള സ്പേസാണ് ഇത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ താഴ്ന്ന് മേലോട്ട് തന്നെ വരണം. ഇങ്ങനെ വന്നാൽ എനിക്ക് ഓക്കെയാണ് അങ്ങനെ ചിന്തിച്ചിക്കാണ്ട് അങ്ങനെ ചെയ്യരുത്. കണ്ടോ? അങ്ങനെ ട്രൗസറിൻ്റെ ഒരുവിധം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിനി രണ്ടാമത്തെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഓക്കെ. എന്നിട്ട് നമ്മൾ ഈ വേസ്റ്റ് പീസിനെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വേസ്റ്റ് പീസ് ഇങ്ങനെ കട്ട് ചെയ്താൽ ഉണ്ടാവുന്ന ഫിനിഷിംഗ് ആണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കട്ടോ, മറച്ച് നോക്കുക. ഇതാണ് കണ്ടോ ട്രൗസർ കേട്ടോ. ഇനി നമ്മൾ മുകൾ ഭാഗത്ത് എങ്ങനെ അലാസ്റ്റിക് ഇടാന്നും കൂടി നോക്കുക അല്ലേ. അലാസ്റ്റിക് കൂടെ ഇട്ടാലല്ലേ കറക്റ്റ് ട്രൗസർ ആവുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ആദ്യം 1/2 ഇഞ്ച് മടക്കി അടിക്കുകയാണ് കേട്ടോ. ആദ്യം നമ്മൾ 1/2 ഇഞ്ച് മുകൾ ഭാഗത്ത് മടക്കി അടിക്കുക. മൊത്തം കവർ ചെയ്യുക കേട്ടോ. ഒരു കാരണവശാലും തുമ്പിൻ്റെ ഇവിടെ ചെയ്യരുത്. ഇവിടെ കണ്ടോ, ഇത് തുമ്പ് കണ്ടോ ഇങ്ങനെ നിൽക്കണേ, ഇങ്ങനെ നിൽക്കണം. ഒരു കാരണങ്ങൾ കൊണ്ടും ഇവിടെ ചെയ്യരുത്. ഏറ്റവും മേലെ ചെയ്യുമ്പോൾ നല്ല വൃത്തി ഉണ്ടാവുള്ളൂ. രണ്ടാമത്തതാണ് നമ്മൾ ഇങ്ങനെ ചെയ്യട്ടോ. ഓക്കെ, പിന്നെ രണ്ടാമത്തെ സ്റ്റിച്ച് നോക്കാം കേട്ടോ. അലാസ്റ്റിക് എടുത്താ ഇയാളെ ഷേപ്പ് റൗണ്ട് ആണ് നോക്കേണ്ടത് കേട്ടോ. ഈ ട്രൗസറിന് അലാസ്റ്റിക് ഇടേണ്ട ആളെ ഷേപ്പ് റൗണ്ട് ഒരു 21 ഇഞ്ചാണ് ഉള്ളത്. 21 ഞാൻ 3 ഇഞ്ച് കുറക്കുകയാണ് കേട്ടോ. അപ്പോൾ 19 ഇഞ്ച് ഉണ്ടാവും അല്ലേ. 18 ഇഞ്ച് കണ്ടോ. 21 3 ഇഞ്ച് കുറച്ചപ്പോൾ 18 ഇഞ്ച്. ഓക്കെ, ഇതിൽ ഞാൻ കട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ കട്ട് ചെയ്യല്ല, ഞാൻ മാർക്ക് ചെയ്യുക ചെയ്യണത്. കവറിങ് ആണ് കേട്ടോ. നേരത്തെ പോലെയാണെങ്കിൽ നമ്മൾ കട്ട് ചെയ്താൽ മതിയായിരുന്നു. ഇത് കവർ ചെയ്യണതായതുകൊണ്ട് ഞാൻ അവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇതിലിങ്ങനെ വെക്കുക. ഈ ലൈനില്ലേ നമ്മളെ അളവ് ലൈനിൽ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒരു ചെറിയ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇതെന്തിനാ? അലാസ്റ്റിക് പോവാതിരിക്കാനാട്ടോ. എന്നിട്ട് അലാസ്റ്റിക് കുടുങ്ങാതെ കണ്ടോ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കവറിങ് കണ്ടോ, ഇതിനെ കറക്റ്റ് ചെയ്ത് ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് അലാസ്റ്റിക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അലാസ്റ്റിക് കുടുങ്ങരുത് കേട്ടോ. അലാസ്റ്റിക് കുടുങ്ങാതെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ അലാസ്റ്റിക് നല്ല ഫിനിഷിങ്ങിലും നിൽക്കും. പിന്നെ നമുക്ക് ഇടുമ്പോൾ നല്ലൊരു വൃത്തി ഉണ്ടായിരിക്കും. പ്ലാസ്റ്റിക് ലൂസായി പോകുന്നുണ്ട് അങ്ങനെയൊക്കെ പറയണവരുണ്ട്. നല്ല ഫിനിഷിങ്ങിൽ വരുന്നില്ല, കറക്റ്റായിട്ട് വരുന്നില്ല, അങ്ങനെ പറയണവർക്കും കൂടിയുള്ള ക്ലാസ്സാണിത് കേട്ടോ. നമ്മളിവിടെ 1 ഇഞ്ച് ഇവിടെ എക്സ്ട്രാ ഇട്ടിട്ടിരിക്കണം കേട്ടോ. 1 ഇഞ്ച് നമ്മൾ 1.5 ഇഞ്ചോളം എക്സ്ട്രാ ഇട്ടിട്ടുണ്ട് കേട്ടോ.
ഇതേപോലെ കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് വൺ സൈഡ് ഫുട്ട് ഉണ്ടെങ്കിൽ നല്ല സുഖമാണ്, നമ്മളെ അലാസ്റ്റിക്കുമ്പോൾ കയറൂല. ഇതും കയറൊന്നുമില്ല, പക്ഷെ അഥവാ എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ഫീലിംഗ് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ പതുക്കെ ചെയ്താൽ മതി കേട്ടോ. ഇതേപോലെ പതുക്കെ ചെയ്ത് കൊടുക്കുക. ഈ തുമ്പ് ഇങ്ങോട്ട് മാറിയരുത് കേട്ടോ. തുമ്പ് എവിടെയാണോ ഉള്ളത് കണ്ടോ, സ്റ്റിച്ച് ചെയ്തപ്പോൾ തുമ്പ് അങ്ങോട്ടാണ്, അപ്പം അങ്ങോട്ട് തന്നെ തുമ്പ് നിൽക്കണം കേട്ടോ. ഒരിക്കലും ഇങ്ങോട്ട് മറിഞ്ഞു വരരുത്. ഇവിടെ ഒരു 2 ഇഞ്ച് ഗ്യാപ്പിൽ കേട്ടോ, 2 ഇഞ്ച് ഗ്യാപ്പ് ആകുമ്പോൾ നിർത്തുക. നമുക്കൊരു ഓപ്പണിങ് വേണം, 2 ഇഞ്ചോളം നമുക്ക് ഓപ്പണിങ് വേണം കേട്ടോ. ഇപ്പോൾ ഇവിടെ നിർത്തി. ഓക്കെ, എന്നിട്ട് നമ്മളെ കറക്റ്റ് അളവിനെടുക്കുകയാണ് കേട്ടോ. നമ്മളെ കറക്റ്റ് അളവിനെടുക്കുകയാണ് കണ്ടോ. ഇതാണ് നമ്മളെ കറക്റ്റ് അളവ്. ആ കറക്റ്റ് അളവിനെ നമ്മൾ ഇവിടെ കട്ട് ചെയ്തു. എന്നിട്ട് ഇതേപോലെ തന്നെ വെച്ച് കൊടുക്കുക കണ്ടോ. ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇങ്ങനെ വെച്ചിട്ട് നല്ല കെട്ടിട്ട് കൊടുക്കുക കേട്ടോ. കണ്ടോ, നമ്മൾ നേരത്തെ ഇവിടെ സ്റ്റിച്ച് ഇട്ട് കൊടുത്തില്ലേ, ആ സ്റ്റിച്ചിനെ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചു കൊടുക്കുക. ജസ്റ്റ് ഒരു സ്റ്റിച്ച് ഇടാനേ പാടുള്ളൂ. ഒരു പിന്നു കുത്തിയാലും കുഴപ്പമില്ല കേട്ടോ, പിന്നു കുത്തിയാലും കുഴപ്പമില്ല. കണ്ടോ, എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് വലിക്കാൻ കഴിയുള്ളൂ, എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ നിൽക്കുള്ളൂ കേട്ടോ. ഇനി നമ്മൾ ഈ ഇവിടെ ഓപ്പണായി നിൽക്കുന്ന ഭാഗത്തിനെ കറക്റ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. ഓപ്പണായി നിൽക്കണ ഭാഗത്തിനെ കണ്ടോ, ഇങ്ങനെ കറക്റ്റ് ചെയ്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇപ്പം എത്ര പണിയേ ഉള്ളൂ കണ്ടോ. അലാസ്റ്റിക് എവിടെയും കാണുന്നില്ല, നീറ്റായിട്ടുണ്ട് കണ്ടോ. ഇനി നമ്മൾ ഇതിന് മേലെ കൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇതെന്തിനാ, അലാസ്റ്റിക് ചുളുങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരേപോലെ എല്ലായിടത്തും വലിക്കുക കേട്ടോ, എല്ലാ ഭാഗങ്ങളും ഒരേപോലെ വലിക്കുക. ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരേപോലെ എല്ലായിടത്തും വരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വലിച്ചതിന് ശേഷം കണ്ടോ, ഇങ്ങനെ വലിച്ചതിന് ശേഷം ഒരു 5 ഇഞ്ചിൽ ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് ഇങ്ങനെ വലിക്കുക. ഓക്കെ, നമുക്കിതിങ്ങനെ ഓക്കെ ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ നിർത്താതെ പോണത് കേട്ടോ. അങ്ങനെ നമ്മളെ ട്രൗസർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അടിലൂസ് വട്ടം കൂടുതൽ വേണോ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അടിലൂസ് വട്ടം കൂട്ടാം കേട്ടോ. താഴ്ഭാഗത്ത് കൂട്ടി കൊടുക്കാം, അതൊക്കെ നിങ്ങളെ ഇഷ്ടം കേട്ടോ. അങ്ങനെ നമ്മളെ ട്രൗസർ റെഡി ആയിട്ടുണ്ട് കണ്ടോ. ഇപ്പോഴത്തെ ഒരാളെ ബോഡിയിൽ അളവെടുത്തിട്ട് എങ്ങനെ ചെയ്യും. നിങ്ങൾക്ക് ഇവിടെ കാലിന്റെ വട്ടം കൂട്ടണം എന്നുണ്ടെങ്കിൽ 1/2 ഇഞ്ചിന് പകരം 1 ഇഞ്ച് എടുക്കുക. ഇനി 1.5 ഇഞ്ച്, ചിലർ നല്ല ലൂസായിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും. ഇത് ഞാൻ ഒരു നോർമൽ അളവ് നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്, ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ളത്. ഓക്കെ, നമ്മൾ പോക്കറ്റൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. പോക്കറ്റ് ഇതാ കണ്ടോ. പോക്കറ്റ് നമ്മളെ കൈ ഏതായാലും ഇത്രയൊക്കെ പോവുള്ളൂ, ആൾക്ക് ശരിക്ക് പോവും. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. ചെയ്യണം, സൈഡിൽ സ്റ്റിച്ച് വേണ്ട അങ്ങനത്തെവർക്ക് നോർമലായിട്ട് ഫോൾഡ് ചെയ്യുക, ഇതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക. പോക്കറ്റ് വേണ്ട എന്നുള്ളവർക്ക് പോക്കറ്റ് ഒഴിവാക്കുക. സിമ്പിളായിട്ട് ഇപ്പോൾ ഈ ചൂട് സമയത്ത് കുട്ടികൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ഡ്രസ്സാണ്. അപ്പോൾ ഇങ്ങനെ എത്ര പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും അത്ര പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ചെയ്ത് തീർക്കാം. ഇനി ഇതേപോലുള്ള ഒരു ഷർട്ടും കൂടി ചെയ്താൽ, ഇയാൾക്കൊരു ഷർട്ട് ഉണ്ട്, നേരത്തെ ക്ലാസ് എടുത്തതിൽ ഇതേപോലത്തെ ഒരു ഷർട്ട് ഉണ്ട്. അപ്പോൾ ആൾക്ക് ഇത് രണ്ടും കോഡ് സെറ്റായി ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള നിങ്ങളെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും അറിയിക്കുക. പിന്നെ എല്ലാവരുടെ അടുത്തും പറയാനുള്ളത്, കഴിഞ്ഞൊക്കെ ക്ലാസ്സിൽ വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ
നിങ്ങൾക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയ രീതിയിൽ വീട്ടിൽ വെറുതെ ഇരുന്ന് സമയം കളയുക. ഇപ്പൊ നമ്മളെ മക്കൾ തന്നെ വെറുതെ മൊബൈൽ കണ്ട് സമയം കളയായിരിക്കും. നമ്മളെ ക്ലാസ്സിൽ 7ാം ക്ലാസ് പഠിക്കുന്ന മക്കളുണ്ട്, 8ാം ക്ലാസ് പഠിക്കുന്നവരുണ്ട്, ഡിഗ്രിക്ക് പഠിക്കുന്നവരുണ്ട്, അങ്ങനെ കുറേ കുട്ടികളുണ്ട്. അപ്പം ഈ മക്കളൊക്കെ രക്ഷിതാക്കളെ ഞാൻ അഭിനന്ദിക്കുകയാണ്. എന്റെ ക്ലാസ് എന്നല്ല, പൊതുവെ ഈ സമയം സ്റ്റിച്ചിങ് പഠിക്കാൻ ഉപയോഗപ്പെടുത്തിയതിൽ. കാരണം നമുക്ക് ഭക്ഷണം പോലെയാണല്ലോ വസ്ത്രം, എത്ര കിട്ടിയാലും മതി വരാത്തല്ലേ. നമുക്കിപ്പോൾ ഇന്നൊരു ഡ്രസ്സ് കിട്ടിയാൽ നാളെ വീണ്ടും ഒന്നും കൂടെ കിട്ടണം എന്നേക്കാരം ആഗ്രഹം. ഇനി പുറത്തുനിന്ന് എവിടെന്നെങ്കിലും ഒന്ന് കണ്ടാൽ അതൊന്ന് കിട്ടിയെങ്കിൽ, ഒരു ക്ലോത്ത് കണ്ട അങ്ങനെ ചെയ്തെങ്കിൽ, ഒരു ഷർട്ട് ആരെങ്കിലും ഇട്ടേ കണ്ടാൽ എനിക്ക് അങ്ങനത്തെ ഒന്നും ഉണ്ടായെങ്കിൽ, അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടേ ഇരിക്കും. ഡ്രസ്സിന്റെ കാര്യത്തിൽ അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രൂപത്തിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് നിങ്ങളെ സ്വന്തം അളവിൽ അളവെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് ഇടാൻ നിങ്ങൾ ആഗ്രഹിക്കണവരാണെങ്കിൽ, ഇനി അതേപോലെ തന്നെ സ്വന്തമായിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ട് നിരാശപ്പെട്ടിരിക്കുന്നവരാണെങ്കിൽ, അതേപോലെ ഒരുപാട് ആൾക്കാർ പറയും ഞാൻ സ്റ്റിച്ച് ചെയ്യും പക്ഷെ എനിക്ക് ആരെങ്കിലും കട്ട് ചെയ്ത് തരണം. എന്തിനാ നമ്മളതിനെ ഒരാളെ ആശ്രയിക്കേണ്ട ആവശ്യം? നമുക്ക് തന്നെ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് കഴിയില്ല എന്ന് തോന്നുന്നിടത്താണ് നമ്മളെ പരാജയം, നമുക്ക് കഴിയുന്ന തോന്നുന്നിടത്താണ് നമ്മളെ വിജയം. അപ്പൊ നമുക്ക് കഴിയുന്നതാണ് തോന്നുന്നത്. രണ്ട് കാര്യങ്ങളും ഒരേപോലെയാണ്. കഴിയില്ല എന്ന് പറഞ്ഞാൽ കഴിയില്ല, നമ്മളവിടെ ഇരിക്കും. കഴിയുമെന്ന് പറഞ്ഞ് നമ്മൾ പരിശ്രമിച്ചാൽ ഏറ്റവും മികച്ച രീതിയിൽ നമുക്ക് എത്തിപ്പെടാൻ കഴിയും. എൻ്റെ ഒരു സ്റ്റുഡന്റ് ഇന്ന് രാവിലെ എൻ്റെ അടുത്ത് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, എൻ്റെ കുട്ടീൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു എൻ്റെ ഡ്രസ്സ് ഞാൻ ഷേപ്പാക്കി തരൂല, വേണമെങ്കിൽ ഇജ് പഠിച്ചോ. അങ്ങനെ പറഞ്ഞപ്പോൾ ഇന്ന് അവള് അതിന്റെ ഏറ്റവും മേലുള്ള ഏറ്റവും മികച്ചൊരു മേഖലയിലാണ് അവൾ പ്രവർത്തിക്കുന്നത്. അപ്പൊ ഉമ്മാന്റെ ഒരു വാശിന്റെ മുന്നിൽ മകള് കീഴടങ്ങിയില്ല. കാരണം ആ വാശിക്ക് എനിക്ക് എന്തായാലും സ്റ്റിച്ച് ചെയ്യണം, എനിക്ക് പിന്നെ ഉമ്മ ചെയ്തെന്നില്ലെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് ചെയ്യുന്നുള്ള ഒരു കാഴ്ചപ്പാട് അവൾക്ക് വന്നപ്പോൾ അവളെ കാര്യത്തിന് പ്രാപ്തയായി എന്നുള്ളത്. അതാണ് നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ, അപ്പൊ നമ്മളെ ഉമ്മ ചെയ്തെന്നില്ലെങ്കിൽ നമ്മൾ സങ്കടപ്പെട്ടിരിക്കൂല, എന്റെ ഉമ്മ ചെയ്തെന്നില്ല. അങ്ങനെയല്ല, ഉമ്മ ചെയ്തെന്നില്ലെങ്കിൽ ഞാൻ ചെയ്യാൻ ശ്രമിക്കണം, ആ കാര്യത്തിൽ കുറച്ചുകൂടി മുന്നോട്ട് വരണം. അപ്പോൾ നമ്മൾ എന്തായാലും നമുക്ക് വേണ്ടി സമയം എവിടെ നമ്മൾ ചെലവഴിക്കുന്നോ, നമുക്ക് വേണ്ടി പിന്നെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി നമ്മൾ കണ്ടെത്തുന്ന ഏറ്റവും മികച്ച സമയം ഏതാണോ അതാണ് നമ്മളെ മികച്ച സമയം. അല്ലാതെ നമ്മൾ മറ്റൊരാൾ ആശ്രയിക്കുന്നതിലും മറ്റൊരാളെടുത്തുനിന്ന് ഒരുപാട് തവണ അവരെ പിന്നെ ഇതൊന്ന് ചെയ്തേരും പറഞ്ഞാണ്ട് വൈത്തോലെ നടക്കുന്നതിലും അല്ല നമ്മളെ മികച്ച സമയം കെടുക്കുന്നത്. ഇപ്പൊ വീട്ടിൽ തന്നെ നമ്മളൊരു തയ്യൽ ക്ലാസ്സിൽ പഠിക്കാൻ പറയുമ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് എല്ലാവരും പറയും മതി പഠിച്ചത്, ഇത്രയും കുറെ സമയം പഠിച്ചതല്ലേ, ഓഫ്ലൈനിൽ പോയിട്ട് പഠിച്ചിട്ടില്ല, എന്നാ ഇപ്പൊ ഓൺലൈനിൽ പഠിക്കണേ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവൂലേ. പക്ഷെ അതൊക്കെ നമുക്ക് വെറുതെയാണ്. നമ്മൾ കിച്ചണിൽ ചെന്ന സമയത്ത് ഒന്നും അറിയാതെ നമ്മൾ കിച്ചണിൽ പോയ സമയത്ത് നമ്മളെ ഹസ്ബൻഡിന്റെ അമ്മ നമുക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തന്നില്ലേ, കറിയിൽ ഇത് ചെയ്യണം ഇത് ചെയ്യണം ഇത് ചെയ്യണം. കാരണം എന്താ, നമ്മൾ അവർക്കൊരു കൂട്ടായിരുന്നെന്ന്. അതേപോലെ നിങ്ങൾക്കൊരു കൂട്ടായിട്ട് സ്റ്റിച്ചിങ്ങിൽ എന്ത് ചെയ്യണം എന്നുള്ള എല്ലാ കാര്യങ്ങളും വളരെ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാൻ നമ്മൾ ഓക്കെയാണ്. അപ്പൊ നമുക്ക് എന്താണോ കറക്റ്റ് ആയിട്ട് കിട്ടണം ആ കറക്റ്റ് ആണ് നമുക്ക് പിന്നീട് യൂസ്ഫുൾ ആവുക. നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടാത്ത ഒരു കാര്യത്തിൽ നമ്മൾ ഒരുപാട് പരിശ്രമിക്കും മാത്രമാണ് അതിന്റെ ശരിയായ കാര്യത്തിൽ നമ്മൾ എത്തിപ്പെടുള്ളൂ. അപ്പൊ ശരിയായ കാര്യങ്ങൾ ഫസ്റ്റ് തന്നെ കിട്ടുകയാണെങ്കിൽ ഏറ്റവും മികച്ച രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കാൻ കഴിയും. അപ്പൊ താല്പര്യമുള്ളവരൊക്കെ ചുരിദാർ, നൈറ്റി, ബ്ലൗസ്, ഫ്രോക്ക്, പാന്റ്, ഷർട്ട്, കോട്ട്, സ്കേർട്ട്, ആരി വർക്ക്, ഡിസൈനർ ഫ്രോക്ക് ഏതാ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാം അവൈലബിൾ ആവുന്ന ഒരു കോഴ്സ് ഉണ്ട്. 1000 രൂപ മാത്രം അടച്ചാൽ മതി, 1 ഇയർ കോഴ്സാണ്. അപ്പൊ താല്പര്യമുള്ളവരൊക്കെ 80 86 82 49 49 പറഞ്ഞ നമ്മൾ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇതേപോലെ ഒരു ട്രൗസറൊക്കെ സ്റ്റിച്ച് ചെയ്ത് നോക്കുക. ഇതേപോലെ അളവെടുത്തിട്ട് ഒരു ചെറിയ മക്കളൊക്കെ ഉണ്ടാവുമല്ലോ വീട്ടിൽ, അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. എന്നിട്ട് നിങ്ങൾ ഇത് സക്സസ് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യണം കേട്ടോ. അപ്പൊ ക്ലാസ് കാണുന്ന എല്ലായിടത്തും പറയാനുള്ളത്, ക്ലാസ്സിൽ കയറാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സമയം ഉപയോഗപ്പെടുത്തണം. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരും. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഓക്കെ.